ക്ഷമ വർഷങ്ങൾക്ക് ശേഷം കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മോശ സിനിമകളിലൊന്നാണ്. അത്രയ്ക്ക് മോശമായിരുന്നു എനിക്ക്. തിയേറ്ററിലൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയാൽ കണ്ടത്. തിയേറ്ററിൽ പോയാൽ കണ്ടത് അഭിപ്രായം ഇല്ലായിരുന്നു, കയ്യടിയൊന്നും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ നമ്മുടെ ഏരിയസ് പ്ലസിലാണ് പോയി കണ്ടത്. ധ്യാൻ ശ്രീനിവാസന് സിനിമയെ കുറിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നല്ലോ അദ്ദേഹത്തിനല്ലേ. അദ്ദേഹം പ്രൊമോഷൻ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. ആവേശ സിനിമയൊക്കെ മലർത്തിയടിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പുള്ളി അങ്ങനെ നിലപാട് മാറ്റുന്ന ഒരാളല്ല. പുള്ളി എല്ലാത്തിലും സ്വന്തം നിലപാട് പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരന് പറയുന്ന ഈയിടയ്ക്ക് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. സ്വന്തം ചേട്ടനെ ഇനി അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും, പുള്ളി ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇതേ സിനിമയെ ട്രോളിക്കൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ രംഗത്തെത്തുകയും ചെയ്തു അല്ലേ? അതെ അതെ. എന്താ തോന്നുന്നത്? കൊണ്ടുപോയി പ്രൊമോഷന് വേണ്ടിയിട്ട്, ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ ശ്രീകാന്ത് വെട്ടിയാർ റൈ കൊണ്ട് കൊടുത്തു. വെട്ടിയാർ റൈ കിട്ടിയുള്ള അവസ്ഥ അറിയാമല്ലോ. വെട്ടിയാരെടുത്ത് എന്താ പറയുക, വെട്ടി പൊളന്ന് കളഞ്ഞു. കണ്ടായിരുന്നു വെട്ടിയാർ വീഡിയോ? ഇല്ല. വെട്ടിയാർ എന്താ പറയുക, പിന്നെ നമ്മുടെ പ്രണവിനെയൊക്കെ എടുത്ത് ഏറി കയറ്റിയിട്ടുണ്ട്. വെട്ടിയാരുടെ കയ്യിൽ ഒരു പ്രൊമോഷൻ്റെ ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിയാരുടെ നിലപാടിൽ നിന്ന് മാറിപ്പോകത്തില്ല. അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുണ്ട് അക്കാര്യത്തിൽ. എന്ത് ചെയ്താലും അതിനകത്ത് നിലപാടുള്ളൊരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഒരു പുതിയൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെന്നിട്ട് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞാണ്. ഇദ്ദേഹത്തിൻ്റെ പഴയ പടത്തിന് എടുത്ത് ഏറെ കയറ്റിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നിന്ന് കൊടുക്കുകയും ചെയ്തു. ധ്യാൻ പിന്നെ അതൊക്കെ ഒരു ഇതായിട്ട് എടുക്കുന്ന ആളാണ്, തമാശയായിട്ട് എടുക്കുന്ന ഒരാളാണ് ധ്യാൻ. ധ്യാൻ അതിനെ ആ ഒരു ലെവലിൽ എടുക്കാറുണ്ട്. ധ്യാൻ്റെ ഒരു പ്രത്യേകത അതാണ്. ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് ധ്യാൻ അക്കാര്യത്തിൽ. പിന്നെ ധ്യാനിൻ്റെ അടുത്ത് കൊണ്ട് ഈ പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഈ വെട്ടിയാറെ കൊണ്ട് കൊടുത്ത് വെട്ടിയാർ മറ്റേ ആ ജ്ഞാപകം പാട്ടെടുത്ത് ചെയ്തിട്ടുണ്ട്. അതിപ്പം ദ്രാവകം തിളക്കിതേ മനം തുടിക്കുതേ എന്നാക്കിയിട്ടുണ്ട്. പാട്ട് കണ്ടായിരുന്നു? ആ സിനിമ കണ്ടില്ലല്ലോ അല്ലേ? ഈ പാട്ട് ചുമ്മാ കയറി വരുമെന്നേ. ആ നായകൻ അങ്ങോട്ട് പോകുന്ന ഈ മുരളി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാമോ? മുരളി എന്ന് വെച്ചാൽ പ്രണവ്. ഈ പ്രണവ്, മുരളി, വേണു എന്ന് പറയുന്നത് പിന്നെ ധ്യാൻ. ഇവർ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്ക് പോവുകയും സിനിമ സ്വപ്നം കണ്ടിട്ട് പോവുകയും പിന്നീട് ഒരാൾ വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടുകയും വീണ്ടും ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് കഥ. നല്ല പ്ലോട്ടാണ് സാധനം. പക്ഷേ ഒരു കാര്യമില്ലാതെ ഈ ജ്ഞാപകം കയറി വന്നുകൊണ്ടേയിരിക്കും. ആദ്യം ഒരു തവണ നല്ല പാട്ടാണ്, ഒരു തവണ നമുക്ക് കേൾക്കാം. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. മുരളി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല ചായക്കടയുടെ ഫ്രണ്ടിലൊക്കെ കഴിക്കുമ്പോൾ ചായക്കടയുടെ അകത്ത് കേൾക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം മുരളി നടന്നാലും നിന്നാലും നോക്കിയാലും എല്ലാം ഈ പാട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്കതിൽ ഏറ്റവും വൃത്തികേടായിട്ട് തോന്നിയെന്നറിയുമോ, അത് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ചില സ്റ്റിൽസും കാര്യങ്ങളും പിന്നെ ചില ക്ലിപ്പുകളൊക്കെ കണ്ടപ്പോൾ അത് മേക്കപ്പും മോശമായിട്ട് തോന്നി. അതിവിടുത്തെ പിന്നെ സിനിമാ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞു ഗംഭീര പടം എന്ന് പറഞ്ഞു. ഗംഭീര പടം. ഈ അശ്വന്ത് തോക്ക് പറഞ്ഞു ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞു. ഞാനത് കണ്ടിട്ടാണ്, ഈ അശ്വന്ത് തോക്കിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അശ്വന്ത് തോക്ക് ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ണിയും പറഞ്ഞു, ഉണ്ണി വ്ളോഗ്സ് ഉണ്ടല്ലോ, പുള്ളിയും പറഞ്ഞു. പുള്ളി ഇതിന്റെ മേക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പുള്ളി പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ആളാണെന്ന് പൊതുവെ ഒരു ആരോപണം ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. 10-25,000 രൂപ പ്രൊമോഷന് വേണ്ടിയൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണെന്ന് പറയും. ഇടയ്ക്ക് അത് പുള്ളി തന്നെ തുറന്നും പറഞ്ഞിരുന്നു. അത് ഏതോ ഒരു പത്രത്തില്, ഒരു മാതൃപത്രത്തിലാണെന്ന് തോന്നുന്നു, ഒരു പ്രൊഡ്യൂസറോ PR ചെയ്യുന്ന ആളോ ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ പുള്ളി തന്നെ അത് തുറന്നു പറഞ്ഞു. പിന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സത്യാവസ്ഥ അറിയണം. അതെ, ഞാൻ വാങ്ങിച്ചു, ഒരു ട്രെയിലറിന് റിവ്യൂ പറയാൻ കാശ് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനും കാശ് മേടിച്ചായിരിക്കും, പൈസ മേടിച്ചിട്ടായിരിക്കും. പൈസ മേടിച്ചിട്ടല്ലാണ്ട് ഈ ഇമാതിരി ഒന്നും പറഞ്ഞു വെക്കില്ല. അത് ഗംഭീര സിനിമ, ഗംഭീര മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഉണ്ണി. ഗംഭീര മേക്കപ്പ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ പഴയ സിനിമകളിൽ മോഹൻലാലൊക്കെ വൃദ്ധനായിട്ട് വരുന്ന എന്തോ സിനിമകളുണ്ട്. അതിന്റെ മേക്കപ്പിന്റെ ഒരു കാലം പുരോഗമിച്ചിട്ടും ഇവര് പിന്നോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതെ അതെ അതെ. കുറച്ച് സത്യം പറഞ്ഞ ആ മേക്കപ്പ് എനിക്ക് കണ്ടപ്പോ ഞാൻ ഈ പണ്ട് ഈ നാടകങ്ങളിലൊക്കെ തലയിൽ ഈ കുമ്മായം മാരി ഇടൂലേ, എന്തോ ഈ നരയ്ക്കാനായിട്ട്, അതുപോലെ എനിക്ക് സത്യമായിട്ട് തോന്നി. അതിനേക്കാളും വളരെ കഷ്ടമാണെന്നേ, ഭയങ്കര കഷ്ടമാണ്. ആ കല്യാണിയൊക്കെ പിടിച്ച് കുറെ തലയിൽ പൗഡർ തട്ടിയിട്ട് പോലെ കല്യാണി. അത് ഏറ്റവും ഭയങ്കര രസം എന്നറിയാമോ, ഇദ്ദേഹം ഒരു പാറപ്പുറത്ത് നിൽക്കുകയാണ്, ഒരു പാറപ്പുറത്ത്. അപ്പോൾ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തൂടെ ഒരു ബെൻസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ബെൻസിൽ കല്യാണി പോവുക. അപ്പോൾ ഇദ്ദേഹം ഇതിരുന്നിട്ട് മറ്റേ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ആ സൗണ്ട് AC കാറിൽ പോകുന്ന കല്യാണി കേട്ടുപോലും. ഇങ്ങനെയാണ് കഥ. എന്നിട്ട് കല്യാണി തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം മറ്റേ പാറപ്പുറത്ത് മറ്റേ എന്താ പറയുക ഇല്ലേ, ഈ ചില ഇത് സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല യേശു ക്രിസ്തു ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. ഈ പാറപ്പുറത്തൊക്കെ ചില പള്ളികളുടെയൊക്കെ ഉയരങ്ങളിൽ ഇങ്ങനെ യേശു ക്രിസ്തു നിൽക്കുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നെ കല്യാണി ഒന്ന് പുറകെ നിൽക്കുന്നു, കല്യാണിയെ ഇദ്ദേഹം കാണുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ദുഃഖം കല്യാണിയോട് പറയുന്നു. കല്യാണി ഇദ്ദേഹത്തിന്റെ സിനിമ പകുതി മുടങ്ങിപ്പോയ സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് വലിച്ചയച്ച് എന്തൊക്കെയാ പറയുക, ഒരു രക്ഷയില്ല പടം. അത് കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. അതൊരു ശിക്ഷയായിട്ട് ഞാൻ ഒരു വിധത്തോടെ പറഞ്ഞതാണ്. ഇതൊരു ശിക്ഷയായിട്ട് പ്രഖ്യാപിക്കേണ്ട സാധനങ്ങളിൽ ഒന്നാണ്. വിനീത് ശ്രീനിവാസന്റെ സ്റ്റഫ് കുറഞ്ഞു വരികയാണോ? അദ്ദേഹത്തിന് ഈ ചെന്നൈ പാസം സ്ഥിരമായിട്ട് അവിടെ നിർത്തണം, സ്ഥിരം അവിടെ താമസിപ്പിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് എന്ത് കഥ എടുത്താലും അദ്ദേഹം ചെന്നൈ പൊക്കളെ. ഇതിൽ ചെന്നൈയാണ്. ഇത് മൊത്തം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ കഥയാണ്. തമിഴ് പാസം, ചെന്നൈ പാസമല്ല, തമിഴ് പാസം, അമിതമായ തമിഴ് പാസം. അതിൻ്റെ കൂടെ മറ്റേ ആ പിന്നെ കലേഷീത കഥാപാത്രം ഉണ്ടല്ലോ, ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ട്. അതായത് പിന്നെ പ്രണവിൻ്റെ ഈ ധ്യാൻ്റെ പടത്തിലൊരു പാട്ട് ചെയ്യാൻ പോവാണ്. ആ പാട്ട് ചെയ്യാൻ നേരത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ താല്പര്യം, പ്രണവിന് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയും. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന മറ്റൊരു മ്യൂസിഷ്യന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇദ്ദേഹം. എന്നിട്ട് ഇദ്ദേഹം ദുഃഖിച്ച് കിടക്കുകയാണ്. എന്ത് കഥയാണോ എന്തോ, ഒരു കാര്യമില്ലാണ്ട് സ്വന്തം പാട്ട് കൊണ്ടുപോയി വേറൊരാളുടെ കൊണ്ട് കൊടുത്തിട്ട് ഇദ്ദേഹം ദുഃഖിച്ച് കിടക്കും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പോയി ചോദിക്കുന്നു. ഇദ്ദേഹം ആ ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട്, ഈ പാട്ട് നീ വെച്ചോ, ഇത് നിന്റെ പാട്ടാണ്, ഞാൻ ഒരിക്കലും ഇതിനകത്ത് അവകാശം ചോദിച്ചു വരില്ല. പിന്നെ ഇദ്ദേഹം തന്നെ പിന്നീട് ചോദിച്ചു പോയിട്ട് അദ്ദേഹം കൊടുക്കുന്നില്ല, ഇന്ദ്രധനുഷ് കൊടുക്കുന്നില്ല. അദ്ദേഹം അത് തയ്യാറാവാതിരിക്കുമ്പോൾ ഇദ്ദേഹം പിന്നെ ദുഃഖിച്ച് കിടക്കുകയാണ്. പിന്നെ ആ സത്യം ധ്യാൻ തിരിച്ചറിയുന്നു. ധ്യാൻ പിന്നെ അദ്ദേഹത്തെ തേടി നടക്കുന്നു. ആദ്യം ഇന്ദ്രധനുഷിനെ തേടി പ്രണവ് നടക്കുന്നു, പിന്നെ പ്രണവിനെ തേടി ധ്യാൻ നടക്കുന്നു. അതെ, ധ്യാനെ തേടി ആരെങ്കിലും നടക്കുമോ? സിനിമയ്ക്കകത്ത് പറഞ്ഞ നീ അവന്റെ കൂടെ അവന്റെ കൂടെ നിന്റെ കൂടെ ധ്യാനെ തേടി ആരെങ്കിലും നടക്കുമോ? അതിനകത്ത് ഭാര്യയുടെ അല്ല സഹോദരിയുടെ ഭർത്താവാന്ന് പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കഥയാണെന്നേ, മെനക്കെട്ട കഥയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം, ഈ പ്രൊമോഷനിലേക്ക്. അപ്പോൾ ശ്രീകാന്ത് വെട്ടിയാരെടുത്ത് കൈകാര്യം ചെയ്ത് വിട്ടുകളാണ്. ശ്രീകാന്ത് വെട്ടിയാർ പുള്ളിയുടെ കയ്യിൽ ഒരു കാര്യം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിയാർക്ക് ഇത് നന്നായിട്ട് അറിയാം. വെട്ടിയാരുടെ ഒരു വലിയ സ്ട്രഗിൾ ചെയ്ത് വന്ന മനുഷ്യനാണ്. വെട്ടിയാരുടെ കഥ അറിയുമോ? വെട്ടിയാർ ഇടയ്ക്ക് ഒരു പീഡന കേസിൽ പെട്ടു. ഒരു പീഡന കേസ് വരുന്നതിന് മുമ്പേ വെട്ടിയാർ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഭയങ്കര വെട്ടിയാരുടെ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. വെട്ടിയാർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രമല്ല, പൊളിറ്റിക്സിലൂടെ വെട്ടിയാർ കൈകടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരം മറ്റുള്ള പൊളിറ്റിക്സ് വഴി ട്രോളുക, അങ്ങനെയുള്ള ആൾക്കാർ, രാഷ്ട്രീയ നേതാക്കൾ. പീഡന കേസ് വന്ന ശേഷം വെട്ടിയാർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി, പൊളിറ്റിക്സ് തൊടുന്നില്ല. കാരണം ഈ പീഡന കേസ് വെട്ടിയാർക്കെതിരെ വന്നപ്പോൾ വെട്ടിയാർക്കെതിരെ ഒന്ന് കൊട്ടാൻ കാത്തിരുന്ന എല്ലാവരും വെട്ടിയാരെ അടുത്ത് കൊടുത്തു, ഭയങ്കര ഭീകരമായി കൈകാര്യം. അതിലൊരാളാണ് ഞാനും. സീരിയസ്ലി. കാരണം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഇല്ലേ? ഈ പൊളിറ്റിക്കൽ വാ തുറന്നാ പറയുന്ന സ്ത്രീകൾ അമ്മയാണ്, ദൈവമാണ്, മറ്റതാണ്, മറിച്ചതാണ്, കയ്യിലിരിപ്പ് ഇത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ കൊടുക്കും. ഞാൻ കൊച്ചിയിലിരിക്കുമ്പോഴാണ് ഒരു അദ്ദേഹം വിളിച്ചിട്ട്. അതിനുശേഷം വെട്ടിയാർ ഭയങ്കര ഡീസന്റ് ആണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമില്ല, കോമഡിയാണ്, ഒരു ഇതുമില്ല, ടോക്സിസിറ്റിയെ കുറിച്ച് മിണ്ടാറ് പോലുമില്ല വെട്ടിയാർ, ഒന്നും മിണ്ടത്തില്ല. വെട്ടിയാർ ഡീസന്റ് ആയി. സീരിയസ്ലി ആ കേസ് പിന്നെ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയുന്നത്. അതിപ്പോ നമ്മൾ പറയലേ, അല്ല അവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ സംഭവം, അതായത് നമ്മുടെ ഹൈക്കോടതിയുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലായി കേസ് എടുത്തത്. ഹൈക്കോടതിയുടെ ഇപ്പുറത്തെ പിന്നെ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് എടുത്തത്. അവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ കേസ് ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തമാശകളൊക്കെ എനിക്ക് ഭയങ്കര അല്ല, ഇപ്പോഴത്തെ കൊള്ളാം, പണ്ടത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇപ്പോഴത്തെ നല്ല രസമുണ്ട്. ഈ പുള്ളിക്കാരനൊരു ഹോട്ടൽ നടത്തുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ ഹോട്ടൽ നടത്തുമ്പോൾ ഈ ഭക്ഷണം കൊണ്ട് വിളമ്പുമ്പോൾ ഇയാളെ വിളമ്പുന്നത് അപ്പോൾ ഈ തക്കാളിയിൽ വിഷമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ പറയും, ഓ ഈ തക്കാളി വേറൊരു തക്കാളിയും കൂടെ പ്രേമത്തിലായിരുന്നു, ബ്രേക്കപ്പായി, ഇപ്പൊ വിഷം അടിച്ചിട്ട് വന്നിരിക്കുക, വേണമെങ്കിൽ ഇതൊന്നും ചോദിച്ചു പോടാ. അങ്ങനെ അതൊക്കെ നല്ല വർക്കൗട്ട്. ഇപ്പോഴത്തെ കോമഡിയൊക്കെ വെട്ടിയാർ പക്കയാണ്, നല്ല രസമുണ്ട്. പണ്ട് ഈ ICUയുടെ തലപ്പത്തിരുന്ന് പൊളിറ്റിക്സും അതും ഇതും ചേർന്ന് മറിഞ്ഞ് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പോകുന്ന പിന്നെ കമ്മിയാണ് ആള്, കമ്മിയാണ്. പക്ഷെ കമ്മിയാണെങ്കിലും ഇടയ്ക്ക് ഈ പിന്നെ ചിന്തയുടെ വാഴക്കുലയൊക്കെ എടുത്ത് ഇറക്കി. ഇപ്പൊ ഒരു നിഷ്പക്ഷ ലൈന് പിടിച്ചിട്ടുണ്ട്, കാരണം എല്ലാവരുടെയും ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പുള്ളി ബുദ്ധിപരമായിട്ട് അത് ചെയ്യുന്നത്. അത് നല്ല രസമാണ്, ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ ധ്യാനം വരുന്നത്. അതെ. അന്ന് ഇദ്ദേഹത്തെ എല്ലാവരും കൈവിട്ടു. ഈ
ശ്രീകാന്ത് വെട്ടിയാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കുറേ പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കേസ് വന്നപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞ് അളഞ്ഞു, എല്ലാവരും കൈയൊഴിഞ്ഞ് ആരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. സ്വാഭാവികമായിട്ടും ഒഴിയുമല്ലോ, അല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളല്ല അദ്ദേഹത്തിന്റെ കൂടെ, അവരാണ് ഇപ്പോൾ ഈ കൂടുതൽ വീഡിയോയിലും കൂടെ അഭിനയിക്കുന്നത്. മാത്രമല്ല അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിന്. അല്ല, ഈ ശ്രീകാന്ത് വെട്ടിയാരുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇപ്പൊ സിനിമയിലുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരാണ് അദ്ദേഹത്തെ കൈവിട്ടത്. ആ സമയത്ത് അവര് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് ഞങ്ങൾക്കും വെട്ടിയാർക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നത്. അതെ 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 അത് പിന്നെ സൗഹൃദത്തിൽ ഇരുന്നിട്ട് അത് അദ്ദേഹത്തെ ചിലപ്പോൾ എന്താ പറയുക, ഈ ഇത്തരം പീഡന കേസ് എന്ന് പറയുന്നത് ഭൂരിഭാഗവും ഉഭയസമ്മത പ്രകാരം ഉണ്ടായിരുന്നിട്ട് പിന്നീട് തെറ്റിപ്പിരിയുമ്പോൾ വരുന്ന കേസുകളാണ് ഭൂരിഭാഗവും അങ്ങനെ ഉയർന്നു വരുന്നത്. അപ്പൊ അതിന്റെ ചരിത്രം അറിയാവുന്നവർ അദ്ദേഹത്തെ കൈവിടാൻ പാടില്ല. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് കേസ് വെട്ടിയാൽ ജയിക്കുമായിരിക്കും, പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു മാനക്കേടുണ്ടല്ലോ, നാട്ടുകാർക്കിടയിൽ ഇയാൾ ഒരു സാമൂഹിക അശ്ലീലമാണെന്ന് ഒരു പറഞ്ഞു പരത്താൻ പല ആൾക്കാർക്കും പറ്റും. പക്ഷെ അത് പോരാത്തതിന് അദ്ദേഹം പറയുന്ന ഒരു നിലപാട്, അദ്ദേഹം പിന്തുടരുന്ന വേറൊരു നിലപാട് എന്നുള്ള രീതിയിൽ, പിന്നെ ഈ സ്ത്രീ പറയുന്നതിനാണല്ലോ എല്ലായിടത്തും വാലിഡ് ആയിട്ടുള്ള എടുക്കുന്നത്. അപ്പൊ സ്ത്രീക്ക് എന്തും പറയാം, കാരണം വെട്ടിയാർ ഇപ്പൊ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഉഭയസമ്മത പ്രകാരമായിരുന്നുവെങ്കിലും അതിനകത്തും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ വെട്ടിയാരെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, ഏതൊരു പുരുഷനെയും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് പുള്ളി ഇപ്പൊ കുറച്ച് ഡീസന്റ് ആണ്. അതായത് അദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുമായിട്ട് പോയി ഓയോ റൂം എടുത്തു. എടുത്തിട്ട് ആ ഓയോ റൂം പിന്നെ എടുത്തത് കൊണ്ട് അത് തെളിവായി. പോലീസ് അത് ആ റൂം കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹം ഈ പോലീസ് രഹസ്യമായിട്ടാണ് നടത്തിയത്. പോലീസ് അതിൽ കുറച്ച് മാന്യത കാണിച്ചു, കാര്യം ഇവർ ഉഭയസമ്മത പ്രകാരമാണെന്ന് പോലീസിനറിയാം. പക്ഷെ കേസെടുക്കാതെ നിർവാഹമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് അവർ കേസെടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞു, വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് സ്വയം ട്രോളും, സ്വന്തം കാര്യം തന്നെ ഈ പീഡന കേസിനെ കുറിച്ചൊക്കെ സ്വന്തം ഇതൊക്കെ എടുത്തിട്ട് അത് തന്നെ ഒരു ഇതായിട്ട് സ്ക്രിപ്റ്റ് ആക്കി എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ധ്യാൻ ഇപ്പോൾ ചെന്ന് കയറിയിരിക്കുന്ന പുലിമടയിലാണ്. ആ പുലിമടയിൽ ചെന്ന് കയറി എൻ്റെ മാന്ത് കിട്ടാൻ പോകുന്നത് ധ്യാനല്ല, അത് വിനീതിനാണ്. കാര്യം ഇത് ആൾക്കാരൊക്കെ മറന്നിരിക്കുകയായിരുന്നു ഈ സിനിമയുടെ കാര്യം. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഏറി പോയി കയറും വിനീത്. പറഞ്ഞുകൊണ്ട് നിർത്താം. ശരി.